പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനവുമായി ഞങ്ങൾ ഇന്ന് വന്നു നിൽക്കുന്ന സ്ഥലം ന്യൂസിലൻഡിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു ബിൽഡിങ്ങാണ്. മില്യൺസ് ഓഫ് ഡോളർ വില വരുന്ന, കോടാനുകോടി ഇന്ത്യൻ വാല്യൂ ചിലവ് വരുന്ന വലിയൊരു ബിൽഡിംഗ്, ഉപേക്ഷിക്കപ്പെട്ട ബിൽഡിങ്ങാണ്. ഈ ബിൽഡിംഗ് എൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് 1865 കാലഘട്ടത്തിലാണ് ഈ ബിൽഡിംഗ് പണിതത്. അന്നത് പണിയുന്ന സമയത്ത് ഒരു അസൈലമായിരുന്നു ഇത്, എന്നുവെച്ചാൽ മാനസിക രോഗ ആശുപത്രി. 1000-ലധികം രോഗികളെ ഇതിനകത്ത് പാർപ്പിക്കുമായിരുന്നു. ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ ഒരു ചെറിയൊരു കോണിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അനേകം വാർഡന്മാരും അനേകം ആളുകളുണ്ട്. അന്ന് ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ അസൈലങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇവിടെ ഉണ്ടായിരിക്കുന്ന കുറേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ബിൽഡിങ്ങിൽ ഏകദേശം 1000-ഓളം ആളുകൾ വസിച്ച കാലത്ത് ഒരുപാട് അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിൽ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് വാർഡന്മാർ ഇതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഭീകരമായ ടോർച്ചറിങ് ഈ മാനസിക രോഗികളായ ആളുകൾക്ക് നേരെ ഉണ്ടാവുകയും കൊലപാതകങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിൽ തീ ഇടുക അല്ലെങ്കിൽ തീ പിടിപ്പിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്ന് അങ്ങനെ ഗ്രൂപ്പായിട്ട് കുറേ ആളുകൾ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നാളുകൾ ഈ ബിൽഡിംഗ് പോയി. വളരെ ഭീകരമായ സാഹചര്യങ്ങൾ, ഒരുപാട് നിലവിളികൾ, മരണങ്ങൾ, ക്രൂരതകൾ എല്ലാം നടന്ന ഒരു ബിൽഡിംഗ് ആയിരുന്നു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു, 1.5 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ ബിൽഡിംഗ് യൂണിടെക് എന്ന് പറയുന്ന ഒരു വലിയ കോളേജ് ഈ ബിൽഡിംഗ് ഏറ്റെടുത്ത് അതിനകത്ത് അവരുടെ ഒരു കോഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അനേകം രാജ്യങ്ങളിൽ നിന്നും സ്റ്റുഡൻസ് ഇവിടെ പഠിക്കാനായിട്ട് വരുമ്പോൾ, പല കോളേജുകളിലേക്ക് വരുമ്പോൾ, ഈ കോളേജിൽ ആർക്കിടെക്ചർ പഠിക്കാൻ വേണ്ടി പല രാജ്യങ്ങളിൽ നിന്ന് കുട്ടികൾ വരികയുണ്ടായി. അവരിവിടെ പഠിക്കുന്ന സമയത്ത് അവർക്ക് കുറേ അനുഭവങ്ങളുള്ളത് ഇവിടെ മാനേജ്മെൻറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ആ റിപ്പോർട്ടുകൾ ചിലത് ഞാൻ പറയാം. ഇത് ഇടനാഴികളൊക്കെ ഉണ്ട്, ഇതിന് ഒരുപാട് ഈ കൊറിഡോർസ് ഉണ്ട്. ഭയങ്കര വലിയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ള ബിൽഡിംഗാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു വലിയ കോളേജിനേക്കാൾ വലിപ്പമുണ്ട് ശരിക്കും. അപ്പം അതിൻ്റെ കൊറിഡോറിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവരുടെ പിന്നാലെ ഒരാൾ നടക്കുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. കുട്ടികൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ഡോറ് തന്നെ തുറന്ന് തന്നെ അടയ്ക്കുക. നമ്മൾ കാറ്റുകൊണ്ട് തുറന്ന് അടയ്ക്കുന്നതൊക്കെ നമുക്കറിയാം. പക്ഷേ ആ കുട്ടികൾക്കെല്ലാം അതിനകത്തുള്ള അസ്വാഭാവികത ശരിക്കും മനസ്സിലായി. ഡോറ് അടയുന്നു, തുറക്കുന്നു, സൗണ്ട് വരുന്നു. പിന്നെ അതിനേക്കാൾ ഏറ്റവും അത്ഭുതമായി തോന്നിയത്, ചില ആളുകൾ ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് നിലവിളിക്കുന്ന ശബ്ദം കുട്ടികളെല്ലാവരും കേൾക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കര കരച്ചിൽ ഈ ബിൽഡിങ്ങിൽ നിന്നും പൊന്നാൻ തുടങ്ങി. അത് ആദ്യത്തെ വർഷത്തിലൊക്കെ കുറച്ച് പേര് റിപ്പോർട്ട് ചെയ്തു. അത് വലിയ കാര്യമാക്കിയൊന്നുമില്ല. പിന്നീട് വരുന്ന കുട്ടികളും പല രാജ്യങ്ങളിൽ നിന്നുള്ളവരാണോ വരുന്നത്, സാധാരണ ഒരു വ്യക്തിയല്ല റിപ്പോർട്ട് ചെയ്യുന്നത്, അനേകം ആളുകളാണ് റിപ്പോർട്ടുകൾ ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി. ഈ അനുഭവങ്ങൾ ഭയങ്കരമായി. അങ്ങനെ അതൊരു വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ബിൽഡിംഗ് കടന്നു വന്നു. പിന്നീട് പല കാരണങ്ങൾ മൂലം ഈ ബിൽഡിംഗ് അവരങ്ങ് ഉപേക്ഷിച്ചു. ഇതുപോലെയുള്ള റിപ്പോർട്ടുകളാകാം, അതുപോലെ തന്നെ മറ്റുള്ള പല കാരണങ്ങളും വെച്ച് അവർ ഈ ബിൽഡിങ്ങിനെ ഉപേക്ഷിച്ച് കളഞ്ഞു. ചെറിയ നഷ്ടമൊന്നുമല്ല, കോടിക്കണക്കിന് വില വരുന്ന ഈ ബിൽഡിംഗ് അവർ ഉപേക്ഷിച്ച് കളയേണ്ട അവസ്ഥ ഇവർക്ക് കടന്നു വന്നു. ഇത് കോടിക്കണക്കിന് വില വരുന്ന ബിൽഡിംഗാണ്, നിസ്സാര വിലയൊന്നുമല്ല. കാരണം ഇതൊരു വലിയ സിറ്റിയുടെ നെടുങ്കണ്ടത്ത് തന്നെയുള്ള ബിൽഡിംഗാണ്. ഇന്ത്യൻ മണിയെ കുറിച്ച് നോക്കിയാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ഇത് എമൗണ്ട് വരും. അങ്ങനെയുള്ളൊരു ബിൽഡിംഗാണ് ഇത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബിൽഡിംഗ് ഉപേക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ഒരു നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. നമുക്കിത് പൊളിച്ചു പണിയാവുന്നുള്ള നിയമമൊന്നുമില്ല. ഇവിടെ ഇത് ഉപേക്ഷിച്ച് കളഞ്ഞ് ആ ഉപേക്ഷിക്കപ്പെട്ട് പതുക്കെ ഇടിഞ്ഞ് ഡിമോളിഷായി പോവുക എന്ന് പറയുന്ന ഒരു തത്വമാണ് ഇവർ ഇതിനകത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് എത്ര കാലം ഇത് ഈ ബിൽഡിംഗ് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ബിൽഡിംഗ് പൊളിച്ച് പണിയണം, അല്ലെങ്കിൽ ഇതിനകത്ത് വീണ്ടും പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്ന് പറഞ്ഞ് അനേകം ആളുകൾ പിന്നീട് സംസാരിക്കുകയും അനേകം ചർച്ചകൾ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇന്ന് ഇവിടെ വരുമ്പോൾ പോലും തൊട്ടടുത്ത് അതിൻ്റെ ബാനറുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ബിൽഡിംഗ് വീണ്ടും കൊണ്ടുവരണം, ഈ ബിൽഡിങ്ങിൽ ആക്ഷൻസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഗവൺമെൻറ് ഇതുവരെ അത് അനുവദിച്ചിട്ടില്ല, യൂണിറ്റൊക്കെ അത് എടുത്തിട്ടില്ല. ഇത്രയും നഷ്ടങ്ങൾ ഈ ഒരു ബിൽഡിങ്ങിലുണ്ട്. അപ്പോൾ എന്താണ് ഈ പിള്ളേർ കണ്ടത്? എന്ത് പ്രശ്നമാണ്? എന്താ ഇതിൻ്റെയൊക്കെ പിന്നിൽ നടക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മളിത് വിശ്വസിക്കുന്നുണ്ടോ? ഈ കുട്ടികൾ പറഞ്ഞതാണോ ഇതിൻ്റെ കാര്യം? അതോ ഇതൊരു തോന്നലാണോ? അതോ ഇതുകൊണ്ട് മാത്രമാണോ ഈ ബിൽഡിംഗ് ഉപേക്ഷിക്കപ്പെട്ടത്? പല കാരണങ്ങളുണ്ടാവാം. എല്ലാ കുട്ടികളും കണ്ടു എന്ന് വരത്തില്ല. നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളല്ലേ ചില ആളുകളൊക്കെ പറയുന്നത് നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നും. എല്ലാവരും അവരുടെ ഫിലോസഫി ഉള്ളവരാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായ സ്വന്തം ഫിലോസഫികളുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് വിശ്വസിക്കണമെന്നില്ല. പക്ഷേ അത്രയും വലിയ ഒരു കാര്യം വരികയും ഇത്രയും എമൗണ്ട് ഉള്ള ബിൽഡിംഗ് ഒക്കെ ഉപേക്ഷിച്ച് കളയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും അല്ലേ? നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് ബൈബിൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു കടലിന് മുകളിൽ കൂടെ ഇങ്ങനെ നടന്നു വരുക. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഏതാണ്ട് രാത്രി സമയമാണ്. ശിഷ്യന്മാർ വഞ്ചിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവരിത് കണ്ടിട്ട് ഭൂതം എന്ന് പറഞ്ഞിട്ട് അവർ നിലവിളിച്ച് കരയുന്നുണ്ട്. യേശുക്രിസ്തു വന്നിട്ട് പറയും, ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും. അപ്പോൾ ഈ ശിഷ്യന്മാർ ഈ ഭൂതം എന്ന് പറയാനൊരു കാരണമുണ്ട്. ഈ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളിലൂടെ വളർന്നു വരുന്ന ദൈവമക്കളായ ഇസ്രായേലിയർക്ക് ഭൂതങ്ങളെക്കുറിച്ചുള്ള അറിവൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ പഠനങ്ങളൊക്കെ ഉണ്ട്. തിയോളജിയിൽ ഡെമനോളജി എന്ന് പറഞ്ഞ വലിയ ഒരു ടോപ്പിക്ക് തന്നെയുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ ഇവിടെ മധ്യ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പം യേശുക്രിസ്തുവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ പറഞ്ഞു, ഇത് ഭൂതമാണെന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്. ആ പ്രസ്താവന ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. നിങ്ങൾ വന്ന് എന്നെ ഒന്ന് തൊട്ട് നോക്കുക.
എനിക്ക് അസ്ഥിയും മാംസവും എല്ലാം ഉണ്ട്, ഭൂതത്തിന് ശരീരമില്ലല്ലോ എന്ന് യേശുക്രിസ്തു പറയുക. അപ്പോൾ എന്താണ് യേശുക്രിസ്തു പറയുവാണ്, ഭൂതമില്ല എന്നല്ല യേശു പറഞ്ഞത്, മറിച്ച് ഭൂതത്തിന് ശരീരമില്ല എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഭൂതം ദാറ്റ് ഈസ് ഓൾസോ എ ലിവിങ് എക്സിസ്റ്റൻസ്. നമ്മളെപ്പോലെ തന്നെ കേൾക്കാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും, കാണാൻ പറ്റും, അവർക്ക് എല്ലാം ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ അവരുടെ ശരീരമില്ലെന്നേ ഉള്ളൂ. അതാണ് നമ്മൾ ഇൻവിസിബിൾ വേൾഡ്, സ്പിരിച്വൽ വേൾഡ്. അതാണ് ഈ ലോകം ഇന്ന് മറഞ്ഞിരിക്കുന്നതും അത് തന്നെ. ഇന്ന് ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഇതൊന്നുമില്ല എന്ന് പറയും. ഈ യേശു വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ചുറ്റിലും നമ്മുടെ പ്രവർത്തികളിലും നമ്മുടെ സാഹചര്യങ്ങളും നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുകയും ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലിവിങ് എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മരിച്ചവരുടെ ആത്മാവാണോ? ഒരിക്കലുമല്ല. ഈ ബിൽഡിങ്ങിൽ മരിച്ചു പോയവരുടെ ആത്മാവൊന്നും അല്ല നടന്നത്. പിന്നെന്തുവാ? അതിൻ്റെ പിന്നിൽ പറയുന്ന പേരാണ് പിശാചിൻ്റെ ആത്മാക്കൾ, ദുരാത്മാക്കൾ, സാത്താൻ്റെ അരൂപികൾ എന്നൊക്കെ നമ്മൾ പറയും. മനുഷ്യരെ കൊല്ലുന്ന, മനുഷ്യരെ നിത്യരോഗികളാക്കി മാറ്റുന്ന, മനുഷ്യരെ പരസ്പരം തല്ലിപ്പിക്കുന്ന, അല്ലെങ്കിൽ മാരക രോഗങ്ങൾ, ഭയങ്കരമായ നഷ്ടങ്ങൾ, എന്ത് ചെയ്താലും നശിപ്പിച്ച് കളയുന്ന ഒരു വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പിന്നാലെ നടന്ന് നശിപ്പിക്കുന്ന ദുരാത്മാക്കൾ, അന്ധകാര ശക്തികൾ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ആ അന്ധകാര ശക്തികൾ ഇല്ല എന്ന് ലോകം പറഞ്ഞാലും സത്യമായും യേശുക്രിസ്തു അത് വ്യക്തമായി പഠിപ്പിക്കുന്നു. അനുഭവങ്ങൾ, ഭൂമിയിൽ നടക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഇത് വ്യക്തമാണ്. പാരാസൈക്കോളജി നമുക്കറിയാലേ, പാരാസൈക്കോളജി അല്ലെങ്കിൽ പാരാനോർമൽ ആക്ടിവിറ്റീസ്. ഇന്ന് സയൻറ്റിഫിക്കലി അതിനെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടക്കുന്നുണ്ടല്ലേ. എന്തോരം പുസ്തകങ്ങളാണ് പാരാനോർമൽ ആക്ടിവിറ്റീസ്. കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിൽ തന്നെ ഭയങ്കരമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തരും ഇല്ല എന്ന് പറയുന്നത് അവരുടെ യുക്തിയിൽ കിടന്ന് പറയുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. ദൈവത്തെ അന്വേഷിച്ച് പോകുന്ന മക്കൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അവർ കാണും. അത് അവരെ കൂടുതൽ യേശുക്രിസ്തുവിലേക്ക് അവരെ അടുപ്പിക്കും. ഇനി യേശുക്രിസ്തു ഇല്ല, ദൈവമില്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം. വെറുതെ നമ്മളിരുന്ന് യുക്തിയിൽ പറഞ്ഞാൽ പോരാ, അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോവുകയും ചെയ്താൽ യേശുക്രിസ്തു കർത്താവാണെന്നും ദൈവമാണെന്നും നമ്മളെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാവും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ ഭൂതം എന്ന് യേശു പറഞ്ഞ ഈ ഭൂതം അല്ലെങ്കിൽ ഭൂതങ്ങൾ, അത് ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ മാത്രം ഉള്ളതാണോ? അല്ലെങ്കിൽ ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ട ബിൽഡിങ്ങുകൾ ലോകത്ത് ഒരുപാടുണ്ട് കേട്ടോ. അനേകം രാജ്യങ്ങളിലുണ്ട് ഇതുപോലെ ഉപേക്ഷിക്കപ്പെട്ട ബിൽഡിങ്ങുകൾ, ഇതുപോലെയുള്ള പാരാ നോർമൽ ആക്ടിവിറ്റീസൊക്കെ കാരണം. അപ്പോൾ അത് ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകൾ മാത്രമാണോ? ഒരിക്കലുമല്ല. ഇത് വീടുകളിലുണ്ട്, സ്ഥാപനങ്ങളിലുണ്ട്, ജോലി സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ട്. ഈ ഹെൽത്ത് കെയറിലൊക്കെ ജോലി ചെയ്യുന്ന എൻ്റെ ഒരുപാട് സഹോദരന്മാർ വിദേശ രാജ്യങ്ങളിൽ ഒരുപാടുണ്ട്, ന്യൂസിലൻഡൊക്കെ ഒരുപാടുണ്ട്. ഇവരൊക്കെ പറഞ്ഞു കേൾക്കുന്ന ചില അനുഭവങ്ങൾ പറയാം. കുറേ ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ അവർ തന്നെ രാത്രിയിൽ ജോലി ചെയ്യുന്നവർ പറയും, അവർ ഒരു കൊറിഡോറിൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ മുമ്പിൽ കൂടെ ഒരാൾ നടന്നു പോകുന്ന പോലെ തോന്നും, പക്ഷേ കാണാൻ പറ്റത്തില്ല. അവർക്ക് ശരിക്കും ആ ഫീൽ ചെയ്യും. കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വിചാരിക്കാൻ വേണമെങ്കിൽ ഇതൊക്കെ അവരുടെ തോന്നൽ മാത്രമാണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം യുക്തി കൊണ്ട്. പക്ഷേ യേശുക്രിസ്തു പറയുന്നുണ്ട് ഇത്. ചില ഹോസ്പിറ്റലുകളിൽ ഇതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലും ഉണ്ട് ഇതൊക്കെ. അപ്പോൾ ഈ ഭൂതം ഇതെന്താ പ്രേതമാണോ? ഇത് നമ്മൾ പേടിപ്പിക്കുകയോ? നമ്മൾ ഈ പ്രേത കഥകൾ, പ്രേത സിനിമകളൊക്കെ കാണുന്ന പോലെയാണ്? ഒരിക്കലുമല്ല. അവർ നമ്മളെ ഒന്ന് ടോ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും രൂപം കാണിച്ചാൽ നമ്മളെ പേടിപ്പിക്കുന്നൊന്നല്ല ചെയ്യുക. അവർ ആ ഭൂതത്തിൻ്റെ ആ ലിവിങ് എക്സിസ്റ്റൻസ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയുണ്ടെങ്കിൽ ഭയങ്കര അസ്വസ്ഥതകളായിരിക്കും. അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും മാറാത്ത രോഗം ആ വീട്ടിലുണ്ടാവും. ഒരാൾ ഹോസ്പിറ്റലിൽ കയറുന്നു, അത് കഴിയുമ്പോൾ അയാളെ ഇറക്കുമ്പോൾ അടുത്ത ആൾ കയറും. വേറെ ചിലർ എന്തൊക്കെ പ്രവർത്തി ചെയ്താലും നശിച്ചു പോയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഒരുവൻ പല ജോലിക്ക് പോകും, ഏത് ജോലിക്ക് പോയാലും ഗതി പിടിക്കത്തില്ല, ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. അവരുടെ പിന്നാലെ നടന്ന് അവരെ നശിപ്പിക്കുന്ന ഈ ഭൂതത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാവും, അവരത് അറിയുന്നില്ല. അല്ലെങ്കിൽ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ കണ്ടിട്ടില്ല, ഒരു ബിസിനസ് ചെയ്യും പൊളിയും, അടുത്ത് ചെയ്യും പൊളിയും, ഇങ്ങനെ ജീവിതം മുഴുവൻ ഇങ്ങനെ തകർന്ന് പോവുക. ചില വീടുകൾ കണ്ടോ, ചിലവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ സുവിശേഷ വേലയിൽ ഒരുപാട് കേട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നു ബ്രദറെ, വീട്ടിൽ കയറിയ സമാധാനമില്ല, ആ വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ എന്തൊരു സമാധാനമോ എന്ന് പറയുന്നവർ. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള വഴക്കുകൾ ഒരിക്കലും മാറത്തോടെ. എന്നാൽ അവർ പരസ്പരം ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ എന്താണെന്ന് അറിയത്തില്ല. അവരെപ്പോഴും വഴക്കാം. അപ്പനെ അമ്മേനെ കണ്ടുകൂടാ, അമ്മയ്ക്ക് മക്കളെ കണ്ടുകൂടാ. നമ്മൾ കണ്ടിട്ടില്ലേ ചില ആളുകൾ സ്വന്തം അമ്മേനെ അപ്പനെ തൊടാൻ അവർക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ചില ആളുകളൊക്കെ ഇതൊക്കെ കേൾക്കുന്നവരിൽ തന്നെ ഉണ്ടാവും ഇപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങൾ. സ്വന്തം മക്കൾ നമ്മുടെ ശരീരത്തെ ടച്ച് ചെയ്യത്തില്ല, അവർക്ക് എന്തോ ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇത് എന്തുകൊണ്ട് പറ്റുന്നില്ല? സ്വന്തം അപ്പനെ അമ്മയെ അല്ലെങ്കിൽ സ്വന്തം മക്കളെ എന്തുകൊണ്ട് പല കാര്യങ്ങളിലും നമുക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഭവനങ്ങളിലും ജീവിതങ്ങളിലെല്ലാം നിലകൊള്ളുന്ന ഇത്തരത്തിലുള്ള അദൃശ്യ ദുരാത്മാക്കളുടെ സാന്നിധ്യമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവ് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, പിശാചുക്കളുടെ മേല്, ഭൂതങ്ങളുടെ മേലെല്ലാം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. നീ വിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വസിക്കുന്നവരോട് കൂടെ ഇതെല്ലാം ഉണ്ടാവും. എന്തിൽ വിശ്വസിക്കുക? കർത്താവായ യേശു ക്രിസ്തുവിൽ, വിശുദ്ധ വചനത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ വീട്ടിൽ നമുക്ക് ഇത്തരത്തിലുള്ള സാന്നിധ്യങ്ങളുണ്ടെങ്കിൽ ബൈബിൾ വായിച്ച് ദൈവത്തെ ആരാധിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ശാസന പ്രാർത്ഥന ചെയ്യാം. വീട് നമുക്ക് ബ്ലസ് ചെയ്യിപ്പിക്കാം. അത് വിശ്വാസികൾ, യഥാർത്ഥ വിശ്വാസമുള്ളവർ വീട് ബ്ലസ് ചെയ്താലേ ബ്ലസ് ആകത്തുള്ളൂ. അല്ലാതെ വിശ്വാസമില്ലാത്ത ഒരാൾ ചുമ്മാ കൊണ്ട് ബ്ലസ് ചെയ്താലും അത് ഏൽക്കത്തില്ല. നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആ വിശ്വാസമില്ലാത്ത ആൾക്കാർ ഒരുപാട് വിശ്വാസ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, അതൊന്നും ഫലം കാണത്തില്ല. അതുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികളായ ആളുകൾ, യേശു വിശ്വസിക്കുന്ന ആളുകളൊന്നും ഇതൊക്കെ വെറുതെയാണെന്ന് പറയുന്നത്. കാരണം അവർ വിശ്വാസത്താലല്ല ചെയ്യുന്നത്, കായൽ ബലിയർപ്പിക്കുന്ന പോലെയാണ്. കൂടുതൽ ദോഷം ഉണ്ടാകത്തുള്ളൂ.
എന്നാൽ യഥാർത്ഥമായും യേശുക്രിസ്തുവിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, സത്യം നീ അറിഞ്ഞാൽ സത്യം നിന്നെ സ്വതന്ത്രനാക്കും. യോഹന്നാന്റെ സുവിശേഷം വ്യക്തമായി പറയുക, സത്യം നീ അറിയണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള ആദ്യം നമ്മൾ അക്നോളജ് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ സ്ഥിതിയെ പറ്റി നമ്മൾ ആലോചിക്കണം. ആ സ്ഥിതിയിൽ നിന്നും കയറി വരണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം നമുക്കുണ്ടാവണം. ആ ആഗ്രഹത്തിൽ യേശുവിനെ നമ്മൾ വിളിക്കണം, നമ്മുടെ കർത്താവായ യേശുവിനെ വിളിക്കണം. അവൻ നമ്മളെ രക്ഷിക്കുമെന്ന ഉറപ്പുള്ള ബോധ്യം വേണം. എന്നിട്ട് നിങ്ങൾ അങ്ങ് ഇറങ്ങി നോക്കുക, അത്ഭുതങ്ങളുടെ മേൽ അത്ഭുതം നടക്കും. ഒരാളുടെ സാക്ഷിയല്ല, 100 സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. 100 സാക്ഷ്യങ്ങൾ, പറഞ്ഞാൽ വിശ്വസിക്കാത്ത അത്ഭുത സാക്ഷ്യങ്ങൾ ഞങ്ങളായിരിക്കുന്ന ഈ രാജ്യത്തുണ്ട്. അനേകം രാജ്യങ്ങൾ നടക്കുന്നുണ്ട്, കേരളത്തിൽ തന്നെ നടക്കുന്നുണ്ട്. എത്രയോ അത്ഭുതങ്ങൾ നടക്കുന്നു. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, എത്ര വിചാരിച്ചിട്ട് ഉയരാത്ത, അനുഗ്രഹമില്ലാത്ത, സന്തോഷമില്ലാത്ത, തകർന്നു കിടക്കുന്ന ആളുകളൊക്കെ ഇന്ന് ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഒരു സത്യം നമ്മൾ അറിയണം, നമ്മൾ കൂട്ടിയാൽ കൂടത്തില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത അത്രയും ശക്തിയോടെ സാത്താൻ്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ കൂടെ നിൽക്കുന്നുണ്ട്. ഈ അദൃശ്യ ശക്തി നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയുടെയും പിന്നാലെ നിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിക്കുക, വിശ്വാസത്തോടെ കടന്നു വരിക. യുക്തി, വിദ്യാഭ്യാസം ഇതെല്ലാം നമുക്കുണ്ട്. പക്ഷേ ആ യുക്തി ദൈവത്തെ തള്ളിക്കളയാനല്ല, ദൈവത്തെ സ്വീകരിക്കാൻ ആ യുക്തി ഉപയോഗിക്കണം. നമ്മുടെ വിദ്യാഭ്യാസം ദൈവമില്ല എന്ന് പറയാനല്ല, നമ്മുടെ വിദ്യാഭ്യാസം ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കഴിവ്, സാമർത്ഥ്യം എല്ലാം നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിലേക്ക് നമ്മളെ കൂടുതൽ നമ്മളെ അടുപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ജോലി മേഖല, പ്രവർത്തി മേഖല എല്ലാം അനുഗ്രഹിക്കപ്പെടും. അതിനേക്കാൾ ഉപരിയായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നിത്യജീവൻ നൽകി നമ്മളെ അനുഗ്രഹിക്കും. യേശു ക്രിസ്തു വന്നിരിക്കുന്നത് രോഗങ്ങളെ മാറ്റാനോ അല്ലെങ്കിൽ കടഭാരം മാറ്റിത്തരാനോ അല്ലെങ്കിൽ നല്ല സമാധാനവും സന്തോഷവും നിറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നിത്യജീവൻ നൽകുക എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നവർക്കുള്ള പ്രധാനമായ സമ്മാനം. അതിനായി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.